വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 7, 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടൈറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ചു കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയി. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിരിക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. പരീക്ഷിക്കപ്പെട്ട ജീവിതങ്ങളെ സമ്മാനിതമാവുകയുള്ളൂ. യേശു ശിഷ്യന്മാരുമൊത്ത് ഒരിക്കൽ പാലസ്തീനയ്ക്ക് അപ്പുറത്ത് വിജാതീയർ താമസിക്കുന്ന സ്ഥലമായ ടയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയ ഒരു യാത്രയെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത്. അവിടെ പരസ്യമായ രീതിയിൽ ജനങ്ങളോട് ഇടപഴകി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഉള്ള ഉദ്ദേശ്യം യേശുവിന് ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല സുവിശേഷ വിവരണങ്ങളിൽ നിന്ന്. അതുകൊണ്ട് മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരുന്ന ഒരു ഭവനത്തിലേക്കാണ് യേശു നേരെ ചെല്ലുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ ആ ഭവനത്തിൽ യേശുവും ശിഷ്യന്മാരും താമസിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിജാതീയ ഒരു സ്ത്രീ, സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ആ സ്ത്രീ യേശുവിനെ വന്ന് കാണുന്നതിന് വേണ്ടി ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. ആ സ്ത്രീയുടെ ഒരു സങ്കടം യേശുവിനെ ധരിപ്പിച്ച് അതിന് സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ആ സ്ത്രീ കടന്നു വന്നത്. ആ സ്ത്രീയുടെ മകള് പിശാച് ബാധയാൽ അസ്വസ്ഥയായിട്ടും വളരെ വിഷമിക്കുന്നു വീട്ടിൽ കിടന്നുകൊണ്ട്. അതുകൊണ്ട് യേശു തീർച്ചയായിട്ടും തന്റെ മകളെ സുഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ആ സ്ത്രീയുടെ അപേക്ഷ. യേശു അതിനെ വളരെ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമല്ല ആരംഭത്തിൽ കാണിക്കുന്നത്. യേശു ആ സ്ത്രീയോട് പറയുന്നു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്റെ ജനങ്ങൾക്ക് വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ സ്വന്തം ജനങ്ങളെ യേശു മക്കളെന്ന വിധത്തിൽ കരുതുകയും വിജാതീയരായിട്ടുള്ള മനുഷ്യരെ അല്പം വിവേചന ഭാവത്തോടു കൂടി തന്നെ എന്ന് തോന്നത്തക്ക വിധത്തിൽ ഭക്തികളുടെ സ്ഥാനത്തേക്ക് കരുതപ്പെടുകയും ചെയ്യുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ഒരു അവഗണന യേശു കാണിക്കുന്നതായിട്ട് കാണും. പെട്ടെന്ന് തോന്നാം, എന്താണ് യേശു ഇത്രയും ശക്തമായ വേർതിരിവ് കാണാൻ ഇടവന്നത് എന്ന് തോന്നാം. യേശു അത് ബോധപൂർവം ആ സ്ത്രീയെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് യേശുവിന്റെ തുടർന്നുള്ള വർത്തനത്തിൽ നിന്നും തുടർന്നുള്ള സംഭവവികാസങ്ങളിൽ നിന്നും വ്യക്തമാണ്. യേശു തുടർന്ന് പറയുന്നു, മക്കളുടെ അപ്പം താൻ ആർക്കു വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നുവോ ആ മക്കളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി തന്നിലുള്ള സിദ്ധികളും തനിക്കുള്ള സമയവും ചെലവാക്കുന്നതിന് പകരം ആ മക്കൾക്ക് വേണ്ടി ചെലവാകുന്ന സമയം മറ്റുള്ളവർക്ക് വേണ്ടി വിജാതീയരായിട്ടുള്ള ഭക്തികളുടെ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഉചിതമല്ല എന്നതാണ് യേശുവിന്റെ പ്രത്യക്ഷത്തിലുള്ള നിഗമനം.
എന്നാൽ ആ സ്ത്രീ യേശുവിന്റെ ഈ പ്രതികരണത്തോട് യുക്തിപൂർവം ആണ് പ്രതികരിക്കുന്നത്. ആ സ്ത്രീ പറയുന്നു, ശരിയാണ് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ തന്റെ പ്രത്യുത്തരം ആരംഭിക്കുന്നത് തന്നെ. മക്കളുടെ ഭക്ഷണം മക്കൾക്ക് തന്നെ കൊടുക്കണം. മക്കൾ ഭക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്ന അപ്പം ഭുജിച്ചുകൊണ്ട് പക്ഷികളും ജീവിക്കുന്നില്ലേ എന്ന ആ സ്ത്രീയുടെ മറുചോദ്യം വാസ്തവത്തിൽ യേശുവിനെ പോലും വിസ്മയിപ്പിച്ചു കാണണം. ആ സ്ത്രീയുടെ ദൃഢമായ വിശ്വാസവും ആഴത്തിലുള്ള ബോധ്യങ്ങളുമായിരിക്കണം ആ സ്ത്രീയെ അങ്ങനെ പ്രത്യുത്തരിക്കാൻ പ്രേരിപ്പിച്ചത്. ഉടനെ തന്നെ യേശു ആ സ്ത്രീയോട് പറയുന്നു, സ്ത്രീയെ, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ അമ്മയുടെ മകൾ സൗഖ്യം പ്രാപിക്കുകയാണ്. സുവിശേഷകനായ മർക്കോസ് ഈ സംഭവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകമായ ചില ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനുണ്ടാകണം. അല്പം വ്യത്യാസപ്പെട്ട രീതിയിൽ ഈ സംഭവം മറ്റു സുവിശേഷങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ ആ കുട്ടിയുടെ അസുഖം പിശാചുബാധയാണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കാരണം വിജാതീയരായിട്ടുള്ള ആളുകളുടെ പൊതു വിശ്വാസമായിരുന്നു മനുഷ്യർക്കുണ്ടാകാവുന്ന സാധാരണ അസുഖങ്ങൾ പോലും പിശാചിന്റെ പ്രവർത്തനത്താലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു പൊതുവിശ്വാസം. ഈ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ആ പിശാചിനെ ബഹിഷ്കരിക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ അത് ദൈവിക ശക്തിക്ക് സാധിക്കുള്ളൂ എന്നും അവരുടെ ഇടയിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് യേശു എന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അങ്ങനെ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മർക്കോസിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ട് നാം ഇവിടെ നോക്കിക്കാണേണ്ടത്. അതിനുവേണ്ടിയുള്ള ഭാഷാപ്രയോഗങ്ങളും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായിരിക്കണം മർക്കോസ് സ്വീകരിക്കാൻ ഇടവന്ന് കാണുക. ഇതിൽ നിന്ന് വളരെ വ്യക്തമായി വരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ, യേശു പിശാചുക്കളുടെ മേൽ പോലും അധികാരം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ദൈവിക ശക്തിയുള്ള വ്യക്തിയാണ് എന്ന് അവരെ ധരിപ്പിക്കണം. രണ്ടാമത്തേത്, ഓരോ അവസരത്തിലും അവസരത്തിനെ വിലയിരുത്തിക്കൊണ്ട് യുക്തിഭദ്രമായ രീതിയിൽ നന്മ തിന്മകൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് വർത്തിക്കാൻ ഉള്ള ശേഷി നിങ്ങൾ സമ്പാദിക്കണം. പക്ഷെ ആ ശേഷി സമ്പാദിക്കുന്ന ആ പ്രക്രിയയിൽ ധാരണാപിശകുകളൊക്കെ ഉണ്ടാകാം. ഉദാഹരണമായി ആ സ്ത്രീയെ പരോക്ഷമായിട്ട് പട്ടി എന്ന് വിളിച്ചതിന് തുല്യമായിട്ട് വരും ആ പ്രയോഗം. പക്ഷേ ആ സ്ത്രീ അങ്ങനെയുള്ള അഭിസംബോധന കൊണ്ട് പതറുന്നതായിട്ടോ ചഞ്ചലിക്കുന്നതായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യമായിട്ടുള്ള വസ്തുത. അങ്ങനെയുള്ള ആഴത്തിലുള്ള വിശ്വാസവും ദൃഢമായ ബോധ്യങ്ങളുമാണ് യേശുവിന്റെ പ്രീതി സമ്പാദിക്കാൻ ഇടവരുത്തുക എന്നുള്ള സത്യം അനുവാചകരെ പഠിപ്പിക്കണം എന്നുള്ളതും സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് കരുതുന്നതിൽ തെറ്റില്ല. കേവലം ഉപരിപ്ലവമായ പ്രവർത്തന ശൈലികൾ കൊണ്ടോ ഏതാനും മിനുക്കുപണികൾ കൊണ്ടോ ജാടകൾ കൊണ്ടോ നേടിയെടുക്കാവുന്ന ഒന്നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള ബന്ധം. അത് പരീക്ഷണ വിധേയമാകേണ്ടതും പരീക്ഷണങ്ങളിൽ ഉയർന്ന നിലവാരത്തിൽ വിജയിക്കാൻ ഇടവരുകയും ചെയ്യുന്ന ആ സ്ഥിതിവിശേഷത്തിലെ ആ ജീവിതം സമ്മാനിക്കപ്പെടുകയുള്ളൂ എന്ന ശക്തമായ ഒരു പ്രമേയം ഇന്നത്തെ സുവിശേഷത്തിൽ അന്തസ്ഥിതമായിട്ടുള്ളത് നാം മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു.